മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജൂൺ പാദത്തിൽ മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ലാഭത്തിൽ 78.31% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് തൊട്ടു മുമ്പത്തെ വർഷം 15,138 കോടിയായിരുന്നത് ഇത്തവണ 26,944 കോടിയിലേക്ക് ഉയർന്നു. എന്നാൽ ഒരു വശത്ത് ലാഭക്കണക്കുകൾ കുതിക്കുമ്പോഴും മറുവശത്ത് കമ്പനിയുടെ കടത്തിലും ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുകയാണ് റിലയൻസ്. ബിസിനസ് രംഗത്തെ പുത്തൻ ചുവടുവെപ്പുകളും കൂടുതൽ മേഖലകളിലേക്ക് പുതിയതായി നിക്ഷേപം നടത്തുന്നതുമാണ് റിലയൻസ് സമീപകാലത്തായി സ്വീകരിച്ചു വരുന്ന നയം. ഇത് തന്നെയാണ് കമ്പനിയുടെ മൊത്തം കടം കൂടുന്നതിലേക്കും നയിച്ചത്. 2024-2025 വാർഷിക റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കമ്പനിയുടെ മൊത്തം കടം 3.47 ലക്ഷം കോടിയാണ്. 2023-2024 സാമ്പത്തിക വർഷത്തിലെ കടബാധ്യത 3.24 ലക്ഷം കോടിയാണ്. ലാഭം വർദ്ധിക്കുമ്പോഴും കടം കൂടുകയാണ്. എന്നാൽ ഇതിൽ ആശങ്ക വേണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ബിസിനസ് വികസനത്തിന് വേണ്ടിയുള്ള പണമാണ് കടമിനത്തിൽ വർദ്ധിച്ചിട്ടുള്ളത്. ബിസിനസ് രംഗത്തെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് വൻകിട നിക്ഷേപങ്ങളാണ് കമ്പനി നടത്തുന്നത് എന്നും സാമ്പത്തികമായി മികച്ച നിലയിലാണുള്ളത് എന്നും വാർഷിക റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ ഓയിൽ ടു കെമിക്കൽ പദ്ധതികളിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് കൂടുതലായും നിക്ഷേപം നടത്തിയിരിക്കുന്നത്. പുതിയ റീറ്റെയിൽ സ്റ്റോറുകൾ തുറക്കുന്നതിനും ഡിജിറ്റൽ സർവീസുകളുടെ വ്യാപനം, പുതിയ എനർജി സംരംഭങ്ങൾ, ക്രൂഡ് ഓയിൽ കെമിക്കൽ കൺവേർഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയിലെന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. $103.4 ബില്യൺ എന്ന ഭീമമായ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. ഫോബ്സ് ലിസ്റ്റിൽ ലോക ധനികരിൽ നിലവിൽ അംബാനി 18ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ എത്ര രൂപയുടെ വർധനവുണ്ടായി എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ മുകേഷ് അംബാനിയുടെ ആസ്തി മൂല്യത്തിൽ ഏകദേശം 10% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ആസ്തി മൂല്യം ഭീമമാണ് എന്നതിനാൽ തന്നെ 10% വർധന എന്നത് സഹസ്ര കോടികളുടെ വ്യത്യാസമാണ് അംബാനിയുടെ ആസ്തിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നും കാണാം. ഇന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയാണ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ്. പണ്ടുകാലത്ത് പെട്രോ കെമിക്കൽസ് ബിസിനസ്സിൽ മാത്രം ഏർപ്പെട്ടിരുന്ന ഈ കമ്പനി സമീപകാലത്തായി ടെലികോം, റീറ്റെയിൽ, ഡിജിറ്റൽ, ഫിനാൻഷ്യൽ സർവീസസ് മേഖലകളിലേക്ക് പടർന്ന് പന്തലിക്കുകയും നേട്ടമുണ്ടാക്കുകയും ചെയ്തു. അംബാനി കുടുംബം നിലവിൽ ഇത്തരത്തിൽ 2ാം തലമുറ ബിസിനസ്സുകളാണ് ചെയ്യുന്നത് എന്ന് റിപ്പോർട്ട് പറയുന്നു. അതേസമയം അദാനി ഗ്രൂപ്പ് ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സുകളാണ് ചെയ്യുന്നത്. എന്നാൽ വെല്ലുവിളികൾക്കിടയിലും നേട്ടത്തിലാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അദാനിയുടെ ബിസിനസ് പോകുന്നത് എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഹുറൂൺ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 300 അതിസമ്പന്ന കുടുംബങ്ങളുടെ ആകെ ആസ്തി $1.6 ട്രില്യൺ അഥവാ 140 ലക്ഷം കോടി രൂപയാണ്. ഇത് ഇന്ത്യൻ GDPയുടെ ഏകദേശം 40% വരും. അതേസമയം അംബാനി കുടുംബത്തിന് മാത്രം ആസ്തി മൂല്യം ഇന്ത്യൻ GDPയുടെ 12% എന്ന നിലയിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയവരിൽ 2ാം സ്ഥാനത്തുള്ളത് വ്യവസായി കുമാർ മംഗളം ബിർളയാണ്. ഇക്കാലയളവിൽ 6.47 ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ വർധനവുണ്ടായത്, അതായത് 20%. രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ 300 കുടുംബങ്ങൾ കഴിഞ്ഞ വർഷം പ്രതിദിനം 7,100 കോടി രൂപയുടെ സമ്പത്ത് സൃഷ്ടിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് $1 ബില്യൺ ആസ്തിയുള്ള കുടുംബങ്ങളുടെ എണ്ണം 37 നിന്ന് 161 വർദ്ധിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സമ്പന്ന കുടുംബങ്ങൾ പട്ടികയിലുള്ളത്. 91, കൊൽക്കത്തയിൽ നിന്ന് 25 സമ്പന്ന കുടുംബങ്ങളും പട്ടികയിലുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.